ഇക്കാര്യത്തിൽ CPM-നോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇന്ന് CPM ഓഫീസിലാണ് കയറുന്നതെങ്കിൽ നാളെ അവർ കോൺഗ്രസ് ഓഫീസിൽ കയറും, മറ്റ് ഓഫീസുകൾ കയറും. ജനാധിപത്യം അല്ലെങ്കിൽ സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം തന്നെ അസ്തമിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് മാറുമെന്ന് അവരും പറഞ്ഞു. ഇന്ത്യ അലയൻസിൻ്റെ യോഗം ഏകകണ്ണേന ഇന്നലത്തെ ഡൽഹി പോലീസിൻ്റെ നടപടിയെ അപലപിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ എഴുന്നേറ്റ് നിന്ന് CPM-ൻ്റെ ഓഫീസിൽ നടന്ന അതിക്രമത്തിൽ ശക്തിയായി പ്രതിഷേധം രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞതിനോട് അദ്ദേഹം പൂർണ്ണമായിട്ടും യോജിച്ചു. ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് വിശദീകരണം നൽകണമെന്നും ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നാക്രമണമാണെന്നും എല്ലാ പ്രതിപക്ഷ കക്ഷികളും, അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൃണമൂൽ കോൺഗ്രസ് മുതൽ കോൺഗ്രസ് വരെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ ഒരു പ്രക്ഷോഭത്തിൽ രാജ്യസഭ നടപടികൾ തടസ്സപ്പെട്ടു. സഭ 2 മണി വരെ നിർത്തിവെക്കാൻ ചെയർമാൻ നിർബന്ധിതനായി. വലിയ രോഷമാണ് സഭയിൽ ഉയർന്നത്. അല്ല, ഇതിപ്പം അവിടെ എഴുന്നേറ്റ് സംസാരിച്ച സഭാ നേതാവ് JP നഡ്ഡ നടപടിയായിരിക്കാനാണ് ശ്രമിച്ചത്. അതായത് കോളേജ് ക്യാമ്പസിലൊക്കെ കയറിയിട്ട് പിള്ളേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന ഭരണ സംവിധാനം എന്ന് പറയുന്നത് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. ബഹുകക്ഷി സമ്പ്രദായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പാർലമെൻ്ററി ജനാധിപത്യമാണ് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതും ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിന് ഉള്ള ഒരു സാധുതയുണ്ട്. ആ ഒരു സാങ്ക്ടിറ്റി പോലും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഡൽഹി പോലീസ് ഇങ്ങോട്ട് ഇരച്ചു കയറിയത്. ഇപ്പോൾ ഡൽഹി പോലീസ് കേന്ദ്ര സേനകളുടെ സഹായം തേടിയിരിക്കുകയാണ്. കേന്ദ്ര സേനയാണ് ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. അതിനർത്ഥം അവർ ഡൽഹി പോലീസ് വീണ്ടും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഐഷി ഘോഷ് ഇപ്പോൾ ഒരു വാറണ്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് വെറ്ററാൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പരിഗണിക്കണം എന്നുകൂടി. അല്ല, നിയമവശങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇടതന്റിമാർ കൂടുതൽ ഇപ്പോൾ ഇങ്ങോട്ട് എത്തണം. ജോസ് കെ മാണി ഇപ്പോൾ എത്തി, സന്തോഷ് കുമാർ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അല്ല, നമ്മൾ ഇടതുപക്ഷം ഇന്നത്തെ ഇന്ത്യ അലയൻസ് യോഗത്തിൽ ഈ വിഷയം ഞാൻ ഉയർത്തിയിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഞാൻ പറഞ്ഞതിനോട് യോജിച്ചു. ഇക്കാര്യത്തിൽ CPM-നോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇന്ന് CPM ഓഫീസിലാണ് കയറുന്നതെങ്കിൽ നാളെ അവർ കോൺഗ്രസ് ഓഫീസിൽ കയറും, മറ്റ് ഓഫീസുകൾ കയറും. ജനാധിപത്യം അല്ലെങ്കിൽ സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം തന്നെ അസ്തമിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് മാറുമെന്ന് അവരും പറഞ്ഞു. ഇന്ത്യ അലയൻസിൻ്റെ യോഗം ഏകകണ്ണേന ഇന്നലത്തെ ഡൽഹി പോലീസിൻ്റെ നടപടിയെ അപലപിക്കുകയും ചെയ്തു.